അനിതാസ് യോഗിക് ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ജൂൺ 21-നാണ് ഞാൻ വീഡിയോ ആദ്യമായിട്ട് ചെയ്തത്. എൻ്റെ ജീവിതത്തിൽ വന്ന ഗുണങ്ങളെന്ന് പറഞ്ഞാൽ യോഗയിലൂടെയും ആഹാര രീതി ക്രമീകരിച്ചതിലൂടെയും വന്ന മാറ്റങ്ങൾ വളരെ അധികമായിരുന്നു. അപ്പോൾ അങ്ങനെ അത് യോഗ പഠിക്കാനുള്ള കാരണങ്ങളായി. അത് പഠിക്കാനുള്ള കാരണം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ഇപ്പം നമ്മൾ പഠിക്കണം. അതിനുവേണ്ടി അത് പഠിച്ചു. ഞാനത് പഠിപ്പിച്ചുകൊണ്ടിരുന്നു. ഇപ്പോൾ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് എനിക്കത് പഠിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയായതുകൊണ്ട് ഞാൻ ഈ വീഡിയോയിലേക്ക് വരികയാണ്. അപ്പോൾ നിങ്ങളെല്ലാം ശ്രദ്ധിച്ച്, നിങ്ങൾ വളരെ മൂല്യമായ കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ശ്രദ്ധിച്ച് അത് എല്ലാം കേൾക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. പിന്നെ യോഗ എന്ന് പറഞ്ഞാൽ മനസ്സും ശരീരവും ഒരുപോലെ ശുദ്ധമാക്കുന്ന ഒരു കാര്യമാണ് യോഗയിലൂടെ നടക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടത് ശരിയായ ഭക്ഷണം, ശരിയായ വിശ്രമം, ശരിയായ വ്യായാമം, ഇത് മൂന്നുമാണ് നമുക്ക് ആവശ്യം. അപ്പോൾ അതിൽ ശരിയായ ഭക്ഷണ രീതിയെക്കുറിച്ചും ഞാൻ വിശദീകരിക്കുന്നുണ്ട്. ശരിയായ വിശ്രമം പറയുന്നുണ്ട്. ശരിയായ വ്യായാമം എന്നതിൽ യോഗയാണ് പ്രാധാന്യം കൊടുക്കുന്നത്. കാരണം നമ്മൾ ഇപ്പോൾ വളരെ പല വിധത്തിലുള്ള ശരീരത്തെ പീഡിപ്പിച്ചുകൊണ്ടുള്ള വ്യായാമങ്ങൾ വളരെയധികമുണ്ട്. ജിമ്മ്, എയറോബിക്സ്, അങ്ങനെ പല രീതിയിലുള്ള കാര്യങ്ങളുണ്ട്, പല രീതിയിലുള്ള വ്യായാമങ്ങളുണ്ട്. പക്ഷേ ഞാൻ പഠിച്ചത് വെച്ചും എൻ്റെ ജീവിതാനുഭവം വെച്ച് നമ്മുടെ ശരീരത്തിൻ്റെ താളം, ശരീരത്തിനൊരു താളമുണ്ട്, പ്രകൃതിക്കൊരു താളമുണ്ട്. ആ പ്രകൃതിയിൽ നിന്നാണ് ശരീരം ഉണ്ടായത്. ആ ശരീരത്തിനും ഒരു താളമുണ്ട്. ആ താളത്തിനനുസരിച്ചുള്ള ഒരു വ്യായാമ മുറയാണ് യോഗ എന്ന് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് ശരിയായ രീതിയിൽ ചെയ്താൽ നമുക്ക് ഗുണമല്ലാതെ ഒരു സൈഡ് എഫക്റ്റും ഇല്ല. പക്ഷേ നമ്മൾ കാഠിന്യമായ രീതിയിലൂടെ ശരീരത്തെ പീഡിപ്പിച്ചുകൊണ്ടുള്ള മറ്റുള്ള വ്യായാമ മുറകൾ ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ സൈഡായിട്ട് ഒരു പലവിധ രോഗങ്ങളിൽ നമ്മൾ അറിയാതെ അടിമപ്പെട്ട് പോകും. അത് നമ്മൾ അറിഞ്ഞോണമെന്നില്ല, പക്ഷെ അതാണ് അതിൻ്റെ ഫലം കിട്ടുന്നത്. പക്ഷേ ഇത് ആ താളത്തിനനുസരിച്ച്, ശരീര ലയങ്ങൾക്കനുസരിച്ചുള്ള ഒരു വ്യായാമ മുറയാണ് ഈ യോഗ എന്ന് പറയുന്നത്. ഇതിനകത്ത് ശരീരത്തിൻ്റെ ചലനവും ശ്വാസത്തിൻ്റെ ചലനവും നിയന്ത്രിച്ചുകൊണ്ടാണ് യോഗ ചെയ്യുന്നത്. ശരിയായ ഭക്ഷണം കഴിക്കുമ്പോൾ ആ ഭക്ഷണം നമുക്ക് ഊർജ്ജമാക്കണമെങ്കിൽ ശരിയായ വ്യായാമം ആവശ്യമാണ്. ആ ശരിയായ വ്യായാമം ചെയ്യുമ്പോൾ നമ്മുടെ ആ ഭക്ഷണത്തിൽ നിന്നുള്ള നമുക്ക് വേണ്ട വിറ്റാമിൻസും എല്ലാം നമുക്ക് ശരീരത്തിന് അതിൻ്റെതായ രീതിയിൽ ശരീരത്തിനെ വലിച്ചെടുക്കാനുള്ള ഓരോ ഭാഗങ്ങളും ക്ലിയർ ആയിക്കൊണ്ടിരിക്കും. അപ്പം ആ ക്ലിയർ ആക്കുകയാണ് യോഗ ചെയ്യുന്നത്. അപ്പോൾ ഓരോ സെല്ലും നമ്മുടെ ക്ലിയർ ആവും. അതിലൂടെ ആ ഓരോ സെല്ലും ക്ലിയർ ആകുമ്പോൾ, ഓരോ കോശങ്ങളും ഓരോ സെല്ലുകളൊക്കെ ക്ലിയർ ആകുമ്പോൾ നമുക്ക് ശരീരം മൊത്തമായിട്ട് ഓരോ രോഗങ്ങളെ വിട്ടകന്ന് നല്ല ആരോഗ്യമുള്ള ജീവിതത്തിലേക്ക് നമുക്ക് കടക്കാൻ കഴിയും. അപ്പം ഇത് ഓരോന്നും, ഈ ഓരോ വീഡിയോയും നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ട് അതിനനുസരിച്ച് വീട്ടിൽ ചെയ്യാവുന്ന കാര്യങ്ങളെ ഞാൻ പറയുന്നുള്ളൂ. അത് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചത് ചെയ്താൽ നിങ്ങൾക്ക് ആരോഗ്യമുള്ള ജീവിതത്തെ നിങ്ങൾക്ക് പെട്ടെന്ന് നമുക്ക് ഒരു ബുദ്ധിമുട്ടും കൂടാതെ നമുക്ക് നേടിയെടുക്കാൻ കഴിയും. കുറേ മരുന്നുകൾ ഒഴിവാക്കാൻ പറ്റും. സുഖമായിട്ട് ഏത് രോഗമുള്ളവർക്കും ഇത് ചെയ്യാവുന്ന രീതിയിൽ കൂടെ തന്നെ ഞാൻ പറയുന്നുണ്ട്. അത് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ, രോഗമുള്ളവർക്കൊക്കെ സംശയങ്ങൾ ചോദിക്കാം. അതിന് ചോദിച്ചതിന് ശേഷം ചെയ്യാം. എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് സ്വീകരിക്കാം. പിന്നെ ഇതിൽ നിങ്ങൾ ഓരോ വീഡിയോയും ശരിക്കും കാണുക, ശ്രദ്ധിച്ച് കാണുക. എന്നിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ യോഗയുടെ അടിസ്ഥാനമായ കാര്യങ്ങൾ, യോഗ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട അടിസ്ഥാനമായ കാര്യങ്ങളും ഒരു യോഗയും ആണ്, യോഗ ചെയ്യുമ്പോഴുള്ള കാര്യങ്ങളുമാണ് പറഞ്ഞുതരാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് ശ്രദ്ധിച്ച് കാണാം.